ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റും അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പുറത്തു പോവാതെ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബിഗിനേഴ്സിന് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു നോർമൽ പാൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് 38 39 ആയിരിക്കും. അരവണ്ണം 10+2 12, ക്രോച്ച് ലെങ്ത്ത് 14, വീതി 12. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സൽ പാൻറ്റിൻ്റെ സൈസ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇതെങ്ങനെ വന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ മെഷർ ചെയ്യേണ്ടത്, എവിടെയൊക്കെ മെഷർ ചെയ്യണം എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു പാൻറ്റിന് എവിടെയൊക്കെ നമ്മൾ മെഷർ ചെയ്യണം, എവിടെയൊക്കെയാണ് എങ്ങനെയാണ് ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടിയെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു പാൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ലെങ്ത്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ ഇവിടെ ജസ്റ്റ് ഒരു പേപ്പറിൽ ഇതേപോലെ ഒന്ന് റഫായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ട് നമുക്കറിയണം, നമ്മുടെ അരവണ്ണം നമുക്ക് എത്രയാണെന്ന് അറിയണം. പിന്നെ ക്രോച്ച് ലെങ്ത്ത് അത് എത്രയാണോ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെന്നും അറിയണം. പിന്നെ ലാസ്റ്റിലേക്ക് വരുന്ന നമ്മുടെ താഴത്ത് വരുന്ന ലൂസ് എത്രയാണെന്നും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ലെങ്ത്തും മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെ കിട്ടിയെന്നുള്ളതും ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരാൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ ലെങ്ത്ത് നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം പറയാം കേട്ടോ. നിങ്ങൾ എത്രയാണോ നിങ്ങളെ മെഷർമെൻറ്റ് ലെങ്ത്ത് കിട്ടുന്നത് അത് എഴുതി വെക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സസൈസൊക്കെ വരുന്നതാണെന്ന സമയത്ത് 38 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ 38 കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പൊക്കിളിന് കുറച്ച് താഴത്തേക്കായിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മൾ ആ ഒരു വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒരു 40 ഇഞ്ച് വരുന്നവരാണെങ്കിൽ 40 ഇഞ്ച് മാർക്ക് ചെയ്യുക. 38 വരുന്നവരുണ്ട് കേട്ടോ, 36 വരുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രോച്ച് ഏരിയ നമ്മൾ കൊടുക്കേണ്ട സെയിം ലെങ്ത്താണ് നമ്മൾ ക്രോച്ച് ഏരിയയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സെയിം ലെങ്ത്താണ് നമ്മൾ ക്രോച്ച് ഏരിയക്ക് മാർക്ക് ചെയ്തത്. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യം വരുന്നുണ്ട്. പിന്നെ നമ്മളെ പാൻറ്റിൻ്റെ ലൂസ് 7 8 ഒക്കെ കൊടുക്കുന്നവരുണ്ട്. ഇവിടെ ഞാനിവിടെ 8 ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെങ്ത്തിനോട് നമ്മൾ പ്ലസ് ചെയ്ത് കൊടുക്കുകയാണ്, 4 പ്ലസ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഇഞ്ച് നമ്മുടെ ബാൻഡായിട്ടും 2 ഇഞ്ച് താഴത്ത് അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 4 നമ്മൾ പ്ലസ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് വരും കേട്ടോ. ഇത് ഈ 4 10 എഴുതുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഒരു മാറ്റം വരുന്നില്ല. നമ്മളെടുക്കുന്ന ലെങ്ത്തിനോട് പ്ലസ് ചെയ്യുക 4, അതേപോലെ തന്നെ വേസ്റ്റിനോട് പ്ലസ് ചെയ്യുക 10, അങ്ങനെ തന്നെ ചെയ്യുക. ആ ഒരു ഇതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ 38നോട് 4 പ്ലസ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിൽ നമ്മൾ 40 ഉള്ള വേസ്റ്റ് ഉള്ളവർക്കും 10 തന്നെയാണ് മാർക്ക് ചെയ്യുക, 50 ഉള്ളവർക്കും 10 തന്നെയാണ് മാർക്ക് ചെയ്യുക. അത് അവിടെ 10ഉം 4ഉം 5ഒന്നും മാറ്റം വരുന്നില്ല കേട്ടോ. അപ്പോൾ ക്രോച്ച് ഏരിയ അതേപോലെ തന്നെ നമ്മുടെ ലെങ്ത്താണ് 38. ആ 38നോട് നമ്മൾ 4 പ്ലസ് ചെയ്യാം. വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 40നോട് 10 പ്ലസ് ചെയ്യാം. ക്രോച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലെങ്ത്താണ് നമ്മൾ ക്രോച്ച് ഏരിയയിൽ കൊടുക്കുന്നത്, അതോട് 5 നമ്മൾ പ്ലസ് ചെയ്യാം. ഇങ്ങനെ പ്ലസ് ചെയ്ത് വരുന്നതിനോട് നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യും കൂടി ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് 38 + 4, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 42 കിട്ടും. അവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല, 42 തന്നെയാണ് നമുക്ക് ലെങ്ത്ത്. കാരണം നമ്മുടെ ലെങ്ത്ത് ആണല്ലോ, അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേസ്റ്റിൻ്റെ കേസിൽ നമുക്ക് 40 + 10 വരുന്ന സമയത്ത് 50 വരുന്നുണ്ട്. അതിനെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ക്രോച്ച് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 43 കിട്ടിയിട്ടുണ്ട്. 38 + 5 ചെയ്യുന്ന സമയത്ത് 43 കിട്ടിയിട്ടുണ്ട്. ക്രോച്ച് ഏരിയ നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഈ ഡിവൈഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ പ്ലസ് ചെയ്യുന്നതിലൊന്നും നമുക്ക് മാറ്റം വരുന്നില്ല. എടുക്കുന്ന മെഷർമെൻറ്റ് ലെങ്ത്തിൽ അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിൽ ക്രോച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അളവിൽ വ്യത്യാസം വരുന്നുള്ളൂ. ഡിവൈഡ് ചെയ്യുന്നതോ പ്ലസ് ചെയ്യുന്നതിലോ മാറ്റം വരുന്നില്ല കേട്ടോ. അപ്പോൾ 50 കൊണ്ട് നമ്മൾ 4നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 കിട്ടുന്നത്. അത് നമ്മളിവിടെ എഴുതി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോച്ച് ഏരിയ നമ്മൾ 30 + 5 43 കൊണ്ട് 43നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 14 കിട്ടും. അതിനോട് +1 ചെയ്യുന്ന നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഇതില്ല, അത് +1 കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മുടെ ലെങ്ത്തിനോട് നമ്മൾ +4 ചെയ്യുമ്പോഴാണ് നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ആവുള്ളൂ. വേസ്റ്റ് അതേപോലെ തന്നെ എത്രയാണോ കിട്ടുന്നത് അതിനോട് 10 കൊണ്ട് പ്ലസ് ചെയ്യുക, പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4ആയിട്ടാണല്ലോ നമ്മൾ ക്ലോത്ത് മടുക്കുക. പിന്നെ ക്രോച്ച് ഏരിയയിൽ നമ്മൾ 3ആയിട്ട് ചെയ്യുന്നുള്ളൂ, 3നോടാണ് ഡിവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളുള്ളൂ ശ്രദ്ധിക്കാൻ, വേറെ ഒന്നും തന്നെ ഇല്ല. ഇത് കറക്റ്റായിട്ടൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് വിചാരിച്ചാൽ മതി. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് 12.5 നമ്മുടെ ഫോൾഡ് ചെയ്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ 12.5 മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് നമ്മൾ 42 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്രോച്ച് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 14 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 14 +
14+1 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. 14-15 നമുക്ക് അതിൻ്റെ ആ ക്രോച്ച് ഏരിയയും കൂടി നമുക്ക് ചെയ്യാം. ഇതേപോലെ ആ ഒരു ഷേപ്പ് വരച്ചിട്ട് അത് നമുക്ക് 3 ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3, 2.5 ഒക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പം 3 നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ നിന്നാണ് നമ്മൾ ആ ലൂസിലേക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലൂസ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് 8 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8ലേക്ക് നമ്മൾ ആ ഒരു ക്രോച്ച് ഏരിയയിൽ നിന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ വരച്ചെടുക്കാനായിട്ട് ചെയ്യുക. അപ്പോൾ ആ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് 12.5 ഉണ്ട് തന്നെ ഉറപ്പ് വരുത്തണം കേട്ടോ. ആ ക്രോച്ച് ഏരിയ നമ്മൾ ആ ഒരു വീതിയില്ലേ, ആ ഒരു ഭാഗം നമ്മളിപ്പം അരവണ്ണം എടുത്ത് 12.5 ആണല്ലോ, ആ ഒരു വീതിയാണ് ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ 3 എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വീതിയില്ലാത്ത തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 12, 11 കിട്ടുന്ന സമയത്ത് ആ ക്രോച്ച് ഏരിയൻ്റെ നമ്മൾ 2.5 2ആക്കിയിട്ട് കുറച്ചിട്ട് അവിടെ വീതി 12.5 കറക്റ്റാകുക. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്കത് കീറിപ്പോവാനും പിന്നിപ്പോവാനൊക്കെ ടൈറ്റ് ആവുന്ന സമയത്ത് അവിടെ കുറച്ചൊന്ന് ഫ്രീ ആക്കിയിട്ട് വിടാം കേട്ടോ. പിന്നെ നമ്മൾ ഈ എടുത്തിട്ടുള്ളതൊക്കെ കറക്റ്റ് മെഷർ ആവും കേട്ടോ. നമ്മൾ 2 ഇഞ്ച് നമ്മുടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനും 2 ഇഞ്ച് നമ്മളെ മടക്കി അടിക്കുന്ന സമയത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് 38 ഇഞ്ചിൽ തന്നെ നമുക്ക് വരും കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളാണ്, ഇതിലൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരാനില്ല. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റാവുന്ന മെത്തേഡാണ്. അല്ലെങ്കിൽ ഇതും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ തന്നെ മതി. നമുക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞിട്ട് ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ ഒന്നൊരു ലൈക്കോ കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മറക്കാം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കട്ടോ. അപ്പോൾ കമൻറ്റായിട്ടോ ഇതേപോലെ ചെറിയൊരു വീഡിയോ ആയിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ 2 പീസാണ്ട് വരാം. 2 ഏരിയയിൽ ക്രോച്ച് ലെങ്ത്ത് വരും, അതേപോലെ തന്നെ 2 പീസായിട്ട് വരും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ 2 എണ്ണം വെച്ചിട്ട് 2 എണ്ണം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗമല്ലേ, ഒരു സൈഡ് ക്രോച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഒരു എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണോ നമുക്ക് വരുന്നത്, ആ ഇലാസ്റ്റിക്കിൻ്റെ ഒരു 4 ഇഞ്ച് കൂടി എക്സ്ട്രാ വെച്ച് മടക്കിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം താഴത്തുള്ള ഭാഗം നമ്മൾ അടിച്ചെടുക്കും. പിന്നെ നമ്മൾ 2 കൂടി ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തുള്ള ക്രോച്ച് ലെങ്ത്തും കൂടി നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ കാലിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ സെൻറ്ററിൽ പിടിക്കുന്ന സമയത്ത് നമുക്ക് കാലിൻ്റെ 2 ഭാഗമായിട്ട് കിട്ടും. അങ്ങനെ ആ ഒരു കാലിൻ്റെ 2 സൈഡ് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് പാൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ